ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള സാരീസാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് രണ്ട് ഇക്കത്ത് പ്രിൻറ്റിൻ്റെ സാരിയാണ് കേട്ടോ. ഇതാ ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഇക്കത്ത് പ്രിൻറ്റ് സാരിയാണ് കണ്ടോ. മെറ്റീരിയൽ വൈസ് നല്ല റിച്ച് ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 2000 താഴെയാണ്, അതായത് 1950. ഈ സാരീസ് എല്ലാം ഹാൻഡ് പിക്ഡ് സാരീസാണ് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ പല്ലുവിൻ്റെ പാർട്ട്. ചില സാരീസിന് ബ്ലൗസസ് വരാറില്ല, അപ്പോൾ ഈ സാരി നമുക്ക് ബ്ലൗസ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഗ്രീൻ കളർ ബ്ലൗസോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പീച്ച് ഷെയ്ഡോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സിൽക്ക് കോട്ടൺ ബ്ലൗസസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതായി നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒലീവ് ഗ്രീനും പീച്ചും കൂടി വന്നിട്ടുള്ള ഇക്കത്ത് പ്രിൻറ്റ് സാരി. അതിൻ്റെ ഇടയ്ക്ക് ക്രീം കളറും വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു ഡിസൈനർ സാരി പോലെ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്, അതുപോലെ ഫങ്ഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന സാരി യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ. മെറ്റീരിയൽ വൈസ് നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ ഈ സാരി വാങ്ങുന്ന സമയത്ത് ആക്ച്വലി ഞാൻ ഇതിൽ പർച്ചേസ് ചെയ്തത് നാരായൺ പെട്ട് സാരീസാണ്. നെക്സ്റ്റ് ഞാൻ നിങ്ങളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സാരി മാത്രം വാങ്ങാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഈ ഇക്കത്ത് പ്രിൻറ്റ് കണ്ട സമയത്ത് എനിക്ക് ഇതുകൂടി സെലക്ട് ചെയ്യാൻ തോന്നി. ഇപ്പോൾ ഇതിൽ ഈ രണ്ട് സാരി ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതാട്ടോ. അപ്പോൾ സാരിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ പല ഡിഫറൻറ്റ് ടൈപ്പ് സാരീസ് കാണാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഇങ്ങനെ പറയാറുണ്ട്, സാരീസ് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ഒന്ന് വീഡിയോയിലിടണം. ഇപ്പം ഞാൻ യൂസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തതാണെങ്കിൽ പോലും വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് സാരി കാണിക്കുന്നത് നിങ്ങളെ. ഇതിൻ്റെ പല്ലുവിൻ്റെ പാർട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ സാരി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഹക്കോബ ബ്ലൗസിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ യൂസ് ചെയ്താലും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് രണ്ട് സാരീസ് ഇക്കത്ത് പ്രിൻറ്റിൻ്റെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1950. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള നാരായൺ പെട്ട് സാരിയാണ്. ഇതിൽ എലിഫൻറ്റ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഇതേപോലെ ട്രഡീഷണൽ സാരീസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ട്രഡീഷണൽ ആയിട്ടുള്ള പിക്ചേഴ്സ് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇതിൻ്റെ ബോർഡർ ഈ ഡബിൾ രീതിയിലാണ് വന്നിരിക്കുന്നത് കണ്ടോ. രണ്ട് എന്താ പറയുക ലൈനായിട്ട് കുറേ എലിഫൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കണ്ടോ. ഈ നാരായൺ പെട്ട് സാരിയിൽ കൂടുതലും ഒരു എന്താ പറയുക സിൽക്ക് സാരിയുടെ ഒരു എഫക്റ്റ് കിട്ടും. പക്ഷേ സാരി നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ വീവിങ് വരുന്നത് ത്രെഡ് പോകുമ്പോൾ രണ്ട് കളേഴ്സ്, അതായത് ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഒരു ഷെയ്ഡിങ് പോലെ നമുക്കിതിൽ കിട്ടും കണ്ടോ. ഈ സാരി ഇൻക്ലൂഡിങ് ബ്ലൗസാണ് വരുന്നത്. ബ്ലൗസ് റണ്ണിങ് ആയിരിക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെ പല്ലുവിൻ്റെ പാർട്ട്. പല്ലുവിൻ്റെ പാർട്ടിൽ ചെറിയ സ്ട്രൈപ്സിൻ്റെ ഡിസൈൻസ് വരുന്നുണ്ട് കണ്ടോ. ബ്ലൗസ് റണ്ണിങ് ആണ് വരുന്നത്. അതേപോലെ സാരിയുടെ ലെങ്ത്ത് വരുന്നത് 6.25 മീറ്ററാണ്, അതായത് 6.25 6.25 മീറ്റർ. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് 1 മീറ്റർ ഒന്നും കട്ട് ചെയ്തെടുക്കാതെ ഒരു 75 സെൻറ്റിമീറ്ററോ 60 സെൻറ്റിമീറ്റേഴ്സൊക്കെ മതിയാവും. എന്ന് വെച്ചാൽ സാരി ആയതുകൊണ്ട് അതിൻ്റെ വിഡ്ത്ത് കൂടുതലുണ്ടാവും. അപ്പോൾ ടൈലറുടെ അടുത്ത് പോയതിന് ശേഷം എത്രയാണോ നിങ്ങളുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് കട്ട് ചെയ്യുക. അതല്ലാതെ എനിക്ക് സാരിയുടെ ആ ഒരു ലെങ്ത്ത് കുറയാൻ ചാൻസ് ഉണ്ട്. നോർമലി സാരി നമുക്ക് 5.5 മീറ്റർ വേണം. ഇതേപോലെ വിത്ത് ബ്ലൗസ് വരുന്ന സാരീസ് എപ്പോഴും 6.25 ഉണ്ടാവുള്ളൂ. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് വരുന്ന സാരി. അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഞാൻ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഉടനെ തന്നെ മെസ്സേജ് ഇടുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എല്ലാ സാരിയുടെയും സിംഗിൾ പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഞാൻ തന്നെ ഡയറക്റ്റ് പോയി എടുത്ത ഹാൻഡ് പിക്ഡ് സാരീസാണ്. അതേപോലെ ഈ സാരിയുടെ റേറ്റ് വരുന്നത് 1590. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിലും ഈ കാണുന്ന പോലെ നിറച്ച് എലിഫൻറ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏത് സാരിയാണ് നല്ലതെന്ന് ചോദിച്ചാൽ എനിക്കതൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാ സാരിയും വളരെ നല്ലതാണ്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പാർട്ട് വന്നിരിക്കുന്നത്. ബ്ലൗസ് എപ്പോഴും വരുന്നത് പ്ലെയിൻ റണ്ണിങ് പോലെ വരുന്നത് കേട്ടോ. ഈ സാരിയുടെ ഒരു സൈഡ് ചെറിയ ബോർഡറാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാരി ഉടുക്കുമ്പോൾ മേൽഭാഗത്ത് വരുന്നത്. അതേപോലെ താഴെ വരുന്നതാണ് ഡബിൾ വീതിയിൽ ഇങ്ങനെ എലിഫൻറ്റ് ഡിസൈൻ വന്നിട്ടുണ്ട്.
എല്ലാ കളറും സിംഗിൾ പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരേപോലത്തെ 2 വേണം എന്ന് പറഞ്ഞാൽ അതൊട്ടും പോസിബിൾ അല്ല. ഈ സാരി ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് മാത്രം സെലക്ട് ചെയ്ത സാരീസാണ് കേട്ടോ ഇതൊക്കെ. കണ്ടോ? ഇനി നെക്സ്റ്റ് 5th വൺ. ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. നമുക്കൊരു ട്രഡീഷണൽ വെയർ എന്നൊക്കെ പറഞ്ഞാൽ വെയർ ചെയ്യാൻ പറ്റിയ സാരി. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിനൊക്കെ വളരെ നന്നായിട്ടുള്ളൊരു സാരിയാണ്. ഏത് ക്ലൈമറ്റിലും നമുക്ക് വെയർ ചെയ്യാം. അത്യാവശ്യം ഒരു ഫങ്ഷനൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ? പിന്നെ ഇപ്പോൾ മോഡേൺ ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സ് പിള്ളേരെല്ലാം ഇത് ഹക്കോബ ബ്ലൗസിൻ്റെ കൂടെ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അത് നല്ല രസമായിരിക്കും കേട്ടോ. ചില സമയത്ത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം നല്ല ഭംഗിയായിട്ട്, എന്താ പറയുക, ഒരു സിംഗിൾ ആയിട്ട് അതിൻ്റെ പ്ലീറ്റ് ഇടാതെ സിംഗിളായിട്ട് ഇങ്ങനെ 1 ലൈനൊക്കെ പോലെ ഇട്ടിട്ടൊക്കെ ഉടുത്തിരിക്കുന്നത് നല്ല രസം. അതൊക്കെ കണ്ടോ? ഇതിൻ്റെ ആ ഒരു ട്രഡീഷണൽ ഫീൽ കിട്ടും നമുക്ക്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു അമ്പലത്തിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്ന സാരിയൊക്കെ പ്രിഫർ ചെയ്യുമല്ലോ. അപ്പോൾ സിൽക്ക് സാരിക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൊരു സാരിയാണ്. ഞാൻ കൂടുതലിപ്പോൾ ഇതേപോലത്തെ സാരീസ് പ്രിഫർ ചെയ്യും. അപ്പോൾ നമുക്കൊരു പ്രാവശ്യം ഉടുത്തിട്ട് ഇങ്ങനെ വാഷ് ചെയ്യാം ആയിട്ട് സാധിക്കും. വാഷ് ചെയ്ത് എടുക്കുവാണെങ്കിലും ഇതിൻ്റെ ആ ഒരു ഭംഗി അങ്ങനെ തന്നെ ഉണ്ടാവും. അതായത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. കണ്ടോ? ഇതൊരു ഒലിവ് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ. ഇതിൻ്റെ ബോഡിയുടെ പാർട്ട്, പല്ലുവിൻ്റെ പാർട്ട് കൂടി കാണിക്കാം. പല്ലുവിൽ ഒരു ഗ്രീൻ കൂടെ വന്നിട്ടുള്ള സ്ട്രൈപ്സാണ്. ഇത്രയും ഭാഗമാണ്. അതേപോലെ ബ്ലൗസ് വരുന്നത് സെയിം റണ്ണിങ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. കണ്ടോ? ഇത് നമ്മുടെ 6th സാരി. ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ കാണിക്കുന്ന സാരിയിൽ ഏറ്റവും വീതി കുറഞ്ഞ ബോർഡർ വരുന്നത് ഈ സാരിക്കാണ് കേട്ടോ. ഈ സാരി ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത സാരിയാണ്. എന്താ വെച്ചാൽ ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടി, അതായത് ഒരു ഫങ്ഷണൽ വെയറായിട്ട് ഉടുക്കാൻ പറ്റിയ രീതിയിൽ എടുത്തതാണ്. അതിൽ കുറച്ച് കസവ് വന്നിട്ടാണ് ഈ എലിഫൻറ്റ്സ് ഒക്കെ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് സാരി ഞാനൊരു എലിഫൻറ്റ് ഡിസൈനിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സാരിയും ഇൻക്ലൂഡിങ് ബ്ലൗസാണ് വരുന്നത്. ബ്ലൗസ് ഇതേപോലെ സെയിം റണ്ണിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും കൂടി ഇടുവാണെന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലൗസ് കട്ട് ചെയ്യേണ്ട, ഇച്ചിരി ഹൈറ്റും വെയ്റ്റും കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാർക്ക് മെറൂൺ കളർ, അല്ലെങ്കിൽ എന്താ പറയുക, ഡാർക്ക് മെറൂൺ ആ കളറിലെ ബ്ലൗസ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്താൽ ഭംഗിയായിരിക്കും. ഇതാ നെക്സ്റ്റ് വരുന്നതൊരു ബ്ലൂ സാരിയാണ്. ഈ സാരിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, കണ്ടോ? എലിഫൻറ്റ് ഡിസൈൻ, കുറച്ച് ചെറുതായിട്ടുള്ള എലിഫൻ്റാണ്. താഴെ ഒരു കോൺട്രാസ്റ്റ് കളറിലെ ബോർഡർ വന്നിട്ടുണ്ട്. മേളിൽ വരുമ്പോൾ എലിഫൻറ്റ് ഡിസൈൻ്റെ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഈ സാരീസ് എല്ലാം ഇൻക്ലൂഡിങ് ബ്ലൗസാണ് വരുന്നത്. അതേപോലെ റേറ്റ് വരുന്നത് 1590. എല്ലാ സാരിയും സിംഗിൾ പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടാം. കണ്ടോ? റെഡ് ആൻഡ് ഗ്രീൻ. ഈ റെഡും ഗ്രീനും നമുക്ക് പക്കാ ട്രഡീഷണൽ എന്ന് പറയാൻ പറ്റിയ സാരിയാണ്. കണ്ടോ? ഇതിൻ്റെ ബോർഡറൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പല്ലുവിൻ്റെ പാർട്ടും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ സാരിയും ഇൻക്ലൂഡിങ് ബ്ലൗസ് വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എന്താ പറയുക, കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു സ്ലീവൊക്കെ വെക്കുവാണെങ്കിൽ കാണാനായിട്ട് കൂടുതൽ ഭംഗിയായിരിക്കും. സ്ലീവ്ലെസ് ബ്ലൗസ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല സാരിയാണ് കേട്ടോ. സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബോർഡർ ഈ ഒരു ഡിസൈൻ ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് എടുക്കുവാണെങ്കിലും ഭംഗിയായിരിക്കും. ഇതും എലിഫൻറ്റ് ഡിസൈൻ്റെ മറ്റൊരു സാരിയാണ്. ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഈ കളറും ഒത്തിരി പേര് പ്രിഫർ ചെയ്യുന്നൊരു കളറാണ് കേട്ടോ. ഗ്രേ കളർ, ഗ്രേ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ. വീഡിയോയിൽ എനിക്ക് ഇച്ചിരി റെഡിഷ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കളറ്. ഒത്തിരി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയ സാരിയാണ് ഇതൊക്കെ. ഇതൊക്കെ സിംഗിൾ ഫ്ലീറ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. ആ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു മൂവി ഇങ്ങനെ കാണുന്ന സമയത്ത്, ഭാഗമതി, അപ്പോൾ അതിൽ ഒരു IAS ഓഫീസറുടെ റോളായിരുന്നു അനുഷ്ക ചെയ്തത്. അപ്പോൾ അനുഷ്ക കൂടുതൽ ഇങ്ങനെ വെയർ ചെയ്തത് ഇതേപോലത്തെ സാരിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോളിങ്ങനെ പറഞ്ഞു, അമ്മ സെയിലിന് വേണ്ടി വാങ്ങിയ സാരീസാണ് ഇത് കാണുന്നതെന്ന്. എനിക്ക് നല്ല, അതായത് നമുക്ക് എന്താണ് ഒഫീഷ്യലി നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ സാരി, ഒരു ക്ലാസ് ലുക്ക് തരുന്നൊരു സാരിയായിട്ട് എനിക്ക് തോന്നി.
ഈ സാരീനെ പറ്റി എനിക്കൊന്നും പറയാനുള്ള അത്രയും നല്ല കളറാണ് കണ്ടോ. അതായത് റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. ക്ലിയറായിട്ട് കാണണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എലിഫൻറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. ഇതിൻ്റെ സിംഗിൾ പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ പല്ലുവിൻ്റെ പാർട്ട്. ഈ എല്ലാ സാരിയിലും തന്നെ ബ്ലൗസസും കൂടെ ഉണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സാരിയാണത്. സോഫ്റ്റ് കോട്ടൺ സാരീസാണ്. ഇതിൻ്റെ സിംഗിൾ പീസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാൻ നേരത്തെ കാണിച്ചതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ ഇത്. ഇതിലേതെങ്കിലും സാരി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഇതിൻ്റെ പിക്ചേഴ്സ് കൂടി ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി പിക്ചർ ക്ലിയർ ആയിട്ട് കാണാം. ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.